ഇപ്പോൾ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയത്തിൽ എക്സസൈസ് 13.3 ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ മെറ്റാലിക് സ്ഫിയർ ഓഫ് റേഡിയസ് 4.2 സെന്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. ഇവിടെ നമുക്ക് സ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സിലിണ്ടറിന്റെ ഫോമിലേക്ക് മാറ്റുന്നു. അപ്പൊ സിലിണ്ടറിന്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒരു ഷേപ്പിൽ നിന്ന് വേറൊരു ഷേപ്പിലേക്ക് മാറുമ്പോൾ ഇവിടെ അതിന്റെ രണ്ടിന്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. എന്നിട്ട് അവിടെ കാണാൻ പറയുന്നത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് എടുക്കുക വെച്ചാൽ വോളിയം ഓഫ് സ്ഫിയർ ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ആണ്. അപ്പൊ രണ്ടിന്റെയും വോളിയം സെയിം ആയിരിക്കും. വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് നമുക്കറിയാം 4/3 πr³. ഇത് രണ്ട് റേഡിയസ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്ഫിയറിന്റെ റേഡിയസ് r1 എന്ന് കൊടുക്കുക, സിലിണ്ടറിന്റെ റേഡിയസ് എന്നുള്ളത് r2 എന്ന് കൊടുക്കുക. അപ്പോൾ πr₁³ 4/3 πr₁³ ഈക്വൽ ടു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. അപ്പോൾ നമ്മൾ r2 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഹൈറ്റ് ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈറ്റിന് നമ്മൾ h എന്ന് തന്നെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഹൈറ്റ് ആണ് കാണേണ്ടത്. ഇവിടെ പൈ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ഹൈറ്റ് ആണ് കാണുന്നത് 4/3 ഇൻറ്റു റേഡിയസ് എത്രയാണ്, സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 4.2 ക്യൂബ് ഈക്വൽ ടു ഇവിടെ r2 എന്ന് പറയുന്നത് 6² ഇൻറ്റു h. അപ്പോൾ നമുക്ക് h ആണ് വേണ്ടത്. ഇത്രയും ഇങ്ങോട്ടേക്ക് ക്രോസ് ആവും. അപ്പോൾ h ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 6 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 4/3 ഇൻറ്റു ഇവിടെ 4.2 ഇൻറ്റു 4.2 ഇൻറ്റു 4.2 ഡിവൈഡ് ബൈ 36 അല്ലെങ്കിൽ 6 ഇൻറ്റു 6 എന്നുള്ളത് 6 ഇൻറ്റു 6 അതാണ് എന്ത് h ആണ് നമുക്ക് കാണേണ്ടത്. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 36. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം, 0.7 6 are 42 ആണ്. നമുക്ക് 4.2 ആണ് വേണ്ടത്. അപ്പോൾ 0.7 വന്നു. ഇനി ഇവിടെ ഈ 3 ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1. എത്രയാണ് 4 എന്ന് വരും, 1.4. ഇനി ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി 14 ഇൻറ്റു 4 16 1 5 56. ഇനി 56 ഇൻറ്റു 7 ഇൻറ്റു 7 49 54 5. അപ്പോൾ 45 പ്ലസ് 5 50 24 2 22. അപ്പോൾ 4 7 2 27 h is equal to 2744. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്, 1 2 3. അപ്പോൾ 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് 2.744 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 2.744 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റാലിക് സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി ആർ മെൽറ്റഡ് ടു ഫോം എ സിംഗിൾ സോളിഡ് സ്ഫിയർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ റിസൾട്ടിംഗ് സ്ഫിയർ. ഇവിടെ നമുക്ക് 3 ചെറിയ മെറ്റാലിക് സ്ഫിയേഴ്സിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ആദ്യത്തേത് 6 സെന്റിമീറ്റർ, രണ്ടാമത്തേതിന്റെ 8 സെന്റിമീറ്റർ, മൂന്നാമത്തത് 10 സെന്റിമീറ്റർ. അത് മൂന്നും കൂടി മെൽറ്റ് ചെയ്തിട്ട് പുതിയൊരു സോളിഡ് സ്ഫിയർ ആക്കുന്നു. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം, അതായത് നമുക്ക് ഓരോ റേഡിയസ്, ആദ്യത്തെ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, രണ്ടാമത്തത് r2 എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം അറിയാൻ വേണ്ടി r1 r2 r3 മൂന്നെണ്ണം. അപ്പോൾ 8 സെന്റിമീറ്റർ, r3 എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൽ രണ്ടിന്റെ, അതായത് ഈ 3 സ്ഫിയറിന്റെ വോളിയത്തിന്റെ സമ്മ് പുതിയ സോളിഡ് സ്ഫിയറിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, വോളിയം 4/3 πr₁³ പ്ലസ് 4/3 πr₂³ പ്ലസ് 4/3 πr₃³ ഈക്വൽ ടു ന്യൂ സ്ഫിയറിന്റെ സോളിഡ് സ്ഫിയർ നമ്മുടെ റേഡിയസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുന്നു. അപ്പോൾ സോളിഡ് സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr₁. അപ്പം അങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ 3 സ്ഫിയറിന്റെ സമ്മ്, അതായത് വോളിയത്തിന്റെ സമ്മ് എന്ന് പറയുന്നത് പുതിയ സ്ഫിയർ, ഒരു സോളിഡ് സ്ഫിയർ ആണ് ഉണ്ടാകുന്നത്, അതിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്.
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 4/3 പൈ എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ട്, അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ R1 ക്യൂബ് പ്ലസ് R2 ക്യൂബ് പ്ലസ് R3 ക്യൂബ് ഈക്വൽ ടു 4/3 പൈ R ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഈ 4/3 പൈയും ഈ 4/3 പൈയും ക്യാൻസലായി. R1 ക്യൂബ് എന്ന് പറയുന്നത് 6 ക്യൂബ് പ്ലസ് 8 ക്യൂബ് പ്ലസ് 10 ക്യൂബ് ഈക്വൽ ടു R ക്യൂബ് ആണ്. അപ്പോൾ ഇത് 36 ഇൻറ്റു 6 എന്ന് പറയുന്നത് 216 ആണ്. 216 പ്ലസ് 64 ഇൻറ്റു 8 എന്ന് പറയുന്നത് 32, 3 48 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 512 പ്ലസ് 1000 ഈക്വൽ ടു R ക്യൂബ്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R ക്യൂബ് എന്താണെന്നുള്ളത് കിട്ടും. 512 216 827 R ക്യൂബ് എന്ന് പറയുന്നത് 1728 ആണ്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 1728 ആണ്. അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. 12 ഇൻറ്റു 12 144. 144 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 882 4 4 4 1. അപ്പോൾ 1728. അതായത് R എന്ന് പറയുന്നത് ഇവിടെ 12 ആണ് കിട്ടുന്നത്. റേഡിയസ് ഇസ് ഈക്വൽ ടു 12. അതൊന്നുമില്ലേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി, ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചാൽ. അതായത് ഇങ്ങനെ ചെയ്യാം, 1728. അതായത് R ക്യൂബ് ഇവിടെ നമുക്കിത് 12 ക്യൂബാണ് 1728. അപ്പോൾ R എന്ന് പറയുന്നത് 12 കിട്ടുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 8 16 6 4 1 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 3 2 1 6. അപ്പോൾ 6ൻ്റെ ക്യൂബാണ് 216. അപ്പോൾ ഇവിടെ 6 36 6 6. അപ്പോൾ 3 6 ഒരു 6 3 2 ഒരു 2. 3 എണ്ണത്തിൽ നിന്ന് എടുക്കാം, നമുക്ക് ക്യൂബ് റൂട്ടാണ് കാണുന്നത്. അപ്പോൾ 6 ഇൻറ്റു 2 ഈക്വൽ ടു 12. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് അവിടെ സോളിഡ് സ്ഫിയർ, പുതിയ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 20 meter ഡീപ് വെൽ വിത്ത് ഡയമീറ്റർ 7 meter ഈസ് and the earth from digging is evenly spread out to form a platform 22 meter into 14 meter. Find the height of the platform. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡീപ്പ് വെല്ല്, അത് കുഴിക്കുമ്പോൾ അതിലുള്ള മണ്ണ് അവിടെ ഒരു പ്ലാറ്റ്ഫോം. ഈ വെല്ല് ഏത് ഷേപ്പിലാണെന്നുണ്ടാവുക, നമുക്ക് അതൊരു സിലിണ്ടർ ഷേപ്പിലാണെന്ന്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് വെല്ല്, ഇതിൽ നിന്നുള്ള മണ്ണ് കൊണ്ടാണ് അവിടെ പ്ലാറ്റ്ഫോം ആവുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയം ഓഫ് വെല്ല് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു വോളിയം ഓഫ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം ഏത് ഷേപ്പിലാണ്, അവിടെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റാണ് കാണുന്നത്. പ്ലാറ്റ്ഫോം ക്യൂബോയിഡ് ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ വോളിയം ഓഫ് വെല്ല് എന്ന് പറയുന്നത് നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലായതുകൊണ്ട് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr1. അതായത് രണ്ടും നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു റേഡിയസേ വരുന്നുള്ളൂ, അതുകൊണ്ട് πr²h. വോളിയം ഓഫ് വെൽ എന്ന് പറയുന്നത് πr²h. വോളിയം ഓഫ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് L ഇൻറ്റു B ഇൻറ്റു H. ഈ H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. H1 എന്ന് കൊടുക്കാം. അപ്പോൾ H നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ H is equal to πr²h1 ഡിവൈഡ് ബൈ L ഇൻറ്റു B. അപ്പോൾ പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ഇവിടെ ഡയമീറ്റർ ആണ് 7 മീറ്റർ, ഹൈറ്റ് 20 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ റേഡിയസ് ഇസ് ഈക്വൽ ടു 7/2. 7/2 ഇൻറ്റു 7/2 ഇൻറ്റു H1 എന്ന് പറയുന്നത് എത്രയാണ്, ഹൈറ്റ് 20 ഡിവൈഡ് ബൈ L ഇൻറ്റു B എന്ന് പറയുന്നത് 22 ഇൻറ്റു 14. അപ്പോൾ ഇവിടെ 7 ക്യാൻസലായി, 2 11 ക്യാൻസലായി. ഇവിടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 22 ക്യാൻസലായി, 2ഉം 20ഉം 10 ടൈം ക്യാൻസലായി. ഇവിടെ 2ഉം 5, അപ്പോൾ 35. അതായത് ഇവിടെ 5/2 ആണ് വരുന്നത്. 5/2 എന്ന് പറയുമ്പോൾ 2.5
2.5 meter ആണ് height of the platform. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Therefore height of the platform equal to 2.5 meter. അപ്പോൾ അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വെൽ ഓഫ് ഡയമീറ്റർ 3 meter is dug 14 meter deep. The earth taken out of it has been spread evenly all around it in the shape of a circular ring of width 4 meter to form an embankment. Find the height of the embankment. ആ എംബാങ്ക്മെന്റിന്റെ ഹൈറ്റ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അതായത് ഇവിടെ നമ്മൾ വെല്ല് ഏത് ഷേപ്പിലാണുള്ളത്? സിലിണ്ടറിന്റെ ഷേപ്പിൽ. അപ്പോൾ വോളിയം ഓഫ് വെൽ ഈക്വൽ ടു വോളിയം ഓഫ് എംബാങ്ക്മെന്റ് ആണ് ഇവിടെ. വോളിയം ഓഫ് വെൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സിലിണ്ടറിന്റെ ഷേപ്പിലാണുള്ളത്. അപ്പോൾ വോളിയം ഓഫ് വെൽ ഈക്വൽ ടു വോളിയം ഓഫ് എംബാങ്ക്മെന്റ്. ഇവിടെ ഇത് വോളിയം ഓഫ് വെല്ല് നമുക്കറിയാം, സിലിണ്ടർ ആയതുകൊണ്ട് അതിന്റെ വോളിയം എന്ന് പറയുന്നത് πr²h. πr²h ആണ്. അതിൽ നമുക്ക് h എന്ന് പറയുന്നത് 14 meter തന്നിട്ടുണ്ട്. പിന്നെ ഡയമീറ്റർ 3 meter ആവുമ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 3/2 meter. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി വോളിയം ഓഫ് എംബാങ്ക്മെന്റ്. ഇവിടെ നമുക്ക് എംബാങ്ക്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഹൈറ്റ് ആണ്, അതിന്റെ തിക്നെസ്, അതായത് വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 4 meter. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ, അതായത് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ അല്ല, വോളിയം. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് അറിയാം ആ ഒരു എംബാങ്ക്മെന്റ് അതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ഒരു ഭാഗം മാത്രം വരുമ്പോൾ, അതായത് ഈ റൗണ്ട് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഭാഗം കിട്ടണമെങ്കിൽ ഇതിന്റെ വലിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ആ ഉള്ളിലുള്ള ചെറിയ സർക്കിളിന്റെ ഏരിയ ആണ്. അതായത് ഈ വലിയ സർക്കിള് നമ്മൾ r1² എന്ന് കൊടുക്കുന്നു. πr1² മൈനസ് πr2². ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് അതേ ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് എംബാങ്ക്മെന്റ്. അതായത് അതിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ ഹൈറ്റ്, എംബാങ്ക്മെന്റിന്റെ ഹൈറ്റ്. അപ്പോഴാണ് നമുക്ക് വോളിയം ഓഫ് എംബാങ്ക്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ മാത്രം ഏരിയ നമുക്ക് കിട്ടണമെങ്കിൽ വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യണം. വലിയ സർക്കിളിന്റെ റേഡിയസ് r1 ആയിട്ട് എടുത്തു, ചെറിയ സർക്കിളിന്റെ റേഡിയസ് r2 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ r1 എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം. അത് എത്രയാണ്? ആ സിലിണ്ടറിന്റെ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെ ഉള്ളത് സിലിണ്ടറിന്റെ റേഡിയസ് എത്രയാണ്? 3/2. ആ വെല്ലിൻ്റെത് 3/2 ആണ്. അപ്പോൾ ഇത് 3/2. അതുപോലെ ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വിഡ്ത്ത് 4 ആവുമ്പോൾ ആ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അവിടെ 3/2 ഉണ്ട്. ആ 3/2ന്റെ കൂടെ 4 ആഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ r1 എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടും? r1 ഈക്വൽ ടു 3/2 + 4 ആണ്. അപ്പോൾ 3/2 + 4 എന്ന് പറയുമ്പോൾ ഇവിടെ 8 + 3 11/2 ആണ് വരിക. r1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? r1 ഈക്വൽ ടു 11/2. ഇവിടെ r2 എന്ന് പറയുന്നത് ചെറിയ സർക്കിൾ, അതായത് ചെറിയ ഇതിന്റെയാണ് 3/2. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ കോമൺ ആയിട്ട് എടുക്കാം. പൈ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ അവിടെ πr1² മൈനസ് r2² വരും. അതേ ഇൻറ്റു ഹൈറ്റ് വ്യത്യാസം കാണിക്കാൻ വേണ്ടി നമുക്ക് ക്യാപിറ്റൽ H എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് h2 എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ, h2. അപ്പൊ ഇത്രയാണ് വോളിയം ഓഫ് എംബാങ്ക്മെന്റ്. വോളിയം ഓഫ് എംബാങ്ക്മെന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പോർഷന്റെ മാത്രം നമുക്ക് കിട്ടണം. എംബാങ്ക്മെന്റിന്റെ മാത്രമാണുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള വെല്ലിന്റെ ഇത് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ ഈ ഭാഗത്തിന്റെ മാത്രം കിട്ടുള്ളൂ. അതേ ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് വോളിയം ഓഫ് എംബാങ്ക്മെന്റ് കിട്ടുക. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളത് വെച്ചാൽ ആ വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ മാത്രം, ആ എംബാങ്ക്മെന്റിന്റെ മാത്രം കിട്ടും. അതേ ഇൻറ്റു അതിന്റെ ഹൈറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഈ വെല്ലിന്റെ റേഡിയസ് 3/2 ആണ്. അതിന്റെ കൂടെ വിഡ്ത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വലിയ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ റേഡിയസ്. അപ്പോൾ ഇന്നിങ്ങനെ ഈ ഫോർമുല കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ഇതിന്റെ ഫോർമുല വോളിയം ഓഫ് എംബാങ്ക്മെന്റ് എന്ന് പറയുന്നത് πr1² മൈനസ് r2² ഇൻറ്റു h.
അപ്പം അത്രയാണ് H2. നമ്മൾ H2 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ H2 ഈ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൈ 2 ഭാഗമുണ്ട്, ക്യാൻസൽ ആയിപ്പോയി. R² എന്ന് പറയുന്നത് എത്രയാണ്? 3/2. 3/2 ഇൻറ്റു 3/2 ഇൻറ്റു H എന്ന് പറയുന്നത് 14 ആണ്. ഈക്വൽ ടു ഇവിടെ R1 എന്ന് പറയുന്നത് 11/2. R1 വന്നത് 3/2, അതായത് ചെറിയ വെല്ലിൻ്റെ റേഡിയസ് പ്ലസ് അതിൻ്റെ തിക്നെസ്. അപ്പോൾ തിക്നെസ് ചെയ്യുമ്പോൾ നമുക്ക് 3 + 8 3 + 8/2 ഈക്വൽ ടു 11/2 എന്ന് വന്നു. R2 എന്ന് പറയുന്നത് നമ്മൾ 3/2 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 11/2 സ്ക്വയർ മൈനസ് 3/2 സ്ക്വയർ ഇൻറ്റു H2. ഈ H2 ആണ് കാണേണ്ടത്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 7. അപ്പോൾ ഇവിടെ 9 ഇൻറ്റു, അപ്പോൾ അതേ ഇതാണുള്ളത്. 3 ഇൻറ്റു 3 ഇൻറ്റു 7/2 ആണുള്ളത് ഇവിടെ. ഇത് 121/4 മൈനസ് 9/4 ഇൻറ്റു H2. ഇതിനെ നമുക്ക് ഷോർട്ടാക്കുന്ന സമയത്ത് 121 എന്ന് 9 മൈനസ് ചെയ്യുക. അപ്പോൾ 2 112 112/4 H2. ഇവിടെ 3 ഇൻറ്റു 3 ഇൻറ്റു 7/2 ആണുള്ളത്. നമുക്ക് H2 ആണ് കണ്ടുപിടിക്കേണ്ടത്. H2 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? H2 ഈക്വൽ ടു ഇവിടെ എന്താണുള്ളത്? 3 ഇൻറ്റു 3 ഇൻറ്റു 7/2 ഉണ്ട്. അതേ ഇൻറ്റു ഇത് ഇപ്പുറത്തെ സൈഡ്, അതായത് ഇൻറ്റു 4 ആവും. 112 ഡിനോമിനേറ്ററിൽ വരും. 112 എന്ന് വന്നു. ഇനി ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ഈ 2ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 5 2s are 10, 12ൽ 6 56 എന്ന് കിട്ടി. ഇവിടെ 56 ആവുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ആവുമ്പോൾ നോക്കാം. 3 1 26 ഡിവൈഡ് ആവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് 63/56 ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 63/56 എന്ന് പറയുമ്പോൾ എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ 7 കോമൺ ആയിട്ട് 8 7s are 56, 9 7s are 63. 9/8 9/8 എന്ന് പറയുമ്പോൾ 9 8 1 8 1.8 10 1 8 2 20ൽ നമുക്ക് 2 ടൈംസ്. അപ്പോൾ 1.12 മീറ്റർ. അപ്പോൾ ഹൈറ്റ് ഓഫ് എംബാങ്ക്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഹൈറ്റ് ഓഫ് എംബാങ്ക്മെന്റ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് എംബാങ്ക്മെന്റ് ഈക്വൽ ടു 1.12 മീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.